യെസ്, വീണ്ടും സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ രണ്ടല്ല, നമ്മൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇവര് വളരെ നല്ലൊരു സന്ദേശം കൈമാറാനാണ് എത്തിയിട്ടുള്ളത്. ഹലോ, ഒന്ന് പരിചയപ്പെടാം അല്ലേ? ടീച്ചർ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. നമ്മുടെ ഏത് സ്കൂളിൽ നിന്നാണ്, എത്ര പേര്? ഞങ്ങൾ തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയിലുള്ള ഗവൺമെന്റ് UP സ്കൂൾ വരടിയത്ത് നിന്നാണ് വരുന്നത്. പേരാമംഗലം കഴിഞ്ഞ് മുണ്ടൂരിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് വരടിയം. അപ്പോൾ അവിടുത്തെ 5, 6, 7 ക്ലാസ്സിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും വീശറി ഉണ്ടല്ലോ. ചൂട് കാരണം വീശറി എടുത്ത് പോകുന്നതാണോ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് സന്ദേശം നൽകണമെന്ന് വിചാരിച്ചു. അതോടൊപ്പം ചൂടിലെ ഒരു ആശ്വാസവും. ഓഹോ, അപ്പൊ ഇതിലാണ് ആ സന്ദേശം. ഇതിലാണ് വീശറിയിലാണ് ആ സന്ദേശം. എന്താണ് ആ സന്ദേശം? അതിനകത്ത് നമ്മൾ നാടിന്റെ സമ്പത്ത് ലഹരിക്കെതിരെ കൈകോർക്കാം. സോഷ്യൽ സർവീസ് സ്കീം GUPS വരടിയം. ഇത് സ്കൂള് പ്രിന്റ് ചെയ്താണോ? സ്കൂള് പ്രിന്റ് ചെയ്ത് അവര് വളരെ മനോഹരമായ ഒരു സന്ദേശം, ഒപ്പം ഈ ഒരു ചൂടിനൊരു ആശ്വാസവുമായിട്ട് വിശറിയുമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവര് എത്രത്തോളം ഇത് കൊടുക്കാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്യുന്നുണ്ടാവുന്നതാണ് ഞാൻ ആലോചിച്ചത്, അല്ലേ? ഇവര് ശരിക്കും എത്ര മണി മുതൽ എത്ര മണി വരെ നമ്മളിവിടെ ഉണ്ടാവും? ഞങ്ങള് രാവിലെ 11 മണിയാകുമ്പോൾ വന്നതാണ്. പിന്നെ ഓരോ വേദികളിലായിട്ട് ഇങ്ങനെ നടക്കാണ്. ഇതിങ്ങനെ വിതരണം ചെയ്തുകൊണ്ട് 5 മണി വരെ ഉണ്ടാവും. ശരിക്കും ആ വെയിലിന്റെ പീക്ക് ടൈമില് മുഴുവൻ ഇവരുടെ ഈ ആശയം ശരിക്കും വളരെ വേർത്താണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തില് ഈ ഒരു തലമുറയാണ് ഇത് സന്ദേശം കൈമാറുന്നത്, അല്ലേ? അതിൽ പരം വേറെ ഒന്നുമില്ല. നിങ്ങൾ വലിയൊരു ഡ്യൂട്ടിയാണ് ചെയ്യുന്ന മക്കളെ, അറിയാവോ? അറിയാം. ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടോ? ലഹരി മൂലം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് നാട്ടില്? നമ്മുടെ ഭാവി തലമുറ നശിച്ചു പോവാണ്. അവര് അത് ശരിക്കും അത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. പറഞ്ഞോ? പിന്നെ നമ്മളിത് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് യുവാക്കൾക്കാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിക്കപ്പെടുന്നത് യുവാക്കളാണ്. നമ്മുടെ നാടിന്റെ സമ്പത്താണ് അവര്. അവര് നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്ട് ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ട് അവരെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ, കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത്. ഒപ്പം ഇപ്പൊ നല്ല ചൂടാണ്, അപ്പൊ അതിനൊരു ആശ്വാസം കിട്ടാനും കൂടി. ഇവരിത് കൊടുക്കുമ്പോ എന്താണ് റെസ്പോണ്ട്? ഇത് വായിക്കുന്നുണ്ടോ? അത് കുറെ പേരൊക്കെ മൈൻഡ് ചെയ്യാണ്ട് പോവാ, എന്നാലും ഒരുവിധ ആൾക്കാർ വായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്വം ചെയ്യാ, അല്ലേ? പിന്നെ ഒപ്പം ഗേൾസും വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് മോൾക്ക് എന്ത് തോന്നി ഇതൊക്കെ കൊണ്ട് നടന്ന് ആളുകളുടെ അടുത്ത് കൊടുക്കാനൊക്കെ സാധിച്ചപ്പോ? ഞാന് ഇത് ഫസ്റ്റ് ആണ് സംസ്ഥാന കലോത്സവത്തിന്. ജില്ലയൊക്കെ പോയിട്ടുണ്ട്. ഞാനും കലോത്സവത്തിൽ ഇങ്ങനെ പങ്കെടുക്കാറുണ്ട്. UP ആയതുകൊണ്ട് സംസ്ഥാനം വരാൻ പറ്റില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സംസ്ഥാന തലത്തിൽ വന്നിട്ട്. എന്തായാലും വളരെ നല്ലൊരു, ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വളരെ സന്തോഷമായി. പിന്നെ ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ സ്കൂളിന്റെ വക ചെയ്യാൻ പറ്റുന്നതിലേക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അതായത് ഇപ്പൊ നിങ്ങളിത് എല്ലാവർക്കും ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുകയാണല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു സന്ദേശമാണല്ലോ നമ്മളിത് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത്, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്. ആ ഒരു തലമുറയോട് എന്താണ് ലഹരിയെ കുറിച്ച്, അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മള് ലഹരി ഉപയോഗിക്കാതിരിക്കുക. ജീവിതമാവണം നമ്മുടെ ലഹരി. നമ്മള് ലഹരിക്ക് ഒരിക്കലും അടിമപ്പെടരുത് എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം, പ്ലീസ്. എല്ലാവരും നിങ്ങൾ തന്നെ കൈയടിക്കാനുള്ളൂ, പിന്നെ ഞങ്ങളും കൈയടിക്കും. അതെ, അല്ല, നമ്മുടെ സ്റ്റുഡിയോയുടെ അടുത്തുള്ള എല്ലാവരും ഒന്ന് കൈയടിച്ച് നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു പ്രചോദനം, വലിയൊരു പ്രോത്സാഹനം, ഒരു സന്തോഷം, അല്ലേ? കാരണം ഇവർ ആ ഒരു വിഷയത്തെ ടീച്ചേഴ്സ് ഇത് പറഞ്ഞെങ്കിലും അതിനെ ഉൾക്കൊണ്ട് ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചൂടുണ്ടായിട്ടും ഈ വേദികളിൽ നിന്ന് വേദികളിലേക്ക് സഞ്ചരിച്ച് ഇത് കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നത്. എന്തായാലും ടീച്ചേഴ്സ് രണ്ടുപേരും പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അജിനി. എൻ്റെ പേര് ലൗലി. കൂടെ 2 അധ്യാപകരുടെ വന്നിട്ടുണ്ട്. സ്റ്റുഡിയോ സ്ഥലപരിമിതി, മിഷേല ബാബു, പിന്നെ മാധുരി ടീച്ചർ. അപ്പൊ 4 അധ്യാപകരുടെ നേതൃത്വത്തിൽ, അല്ലേ, നമ്മുടെ കുട്ടികൾ വരടിയം ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നാണ് ഈ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശവുമായിട്ട് ഈ ഒരു അവസരത്തിൽ കലോത്സവ നഗരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള, അല്ലേ, നമ്മുടെ സ്കൂൾ ലൈഫില് ഒരുപക്ഷെ ഒരൊറ്റ തവണയാണ് നമുക്ക് നമ്മുടെ ജില്ലയിൽ കലോത്സവം ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ കലോത്സവം നടക്കുമ്പോൾ ഇവരൊക്കെ ഒരുപക്ഷെ കിൻഡർ ഗാർഡനിലോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലോ ഒക്കെ ആ ഒരു സമയത്തായിരിക്കും. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു കലോത്സവം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. അത് സ്വന്തം നാട്ടിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ആ ഒരു അവസരത്തിൽ ഇത്ര നല്ലൊരു കാര്യം ചെയ്തു. അപ്പോൾ എന്തായാലും മനോഹരമായിട്ട് നിങ്ങളുടെ പരിശ്രമങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ലഹരിയെ നമുക്ക് ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കാം, കലയെ നമുക്ക് വളർത്താം.